രഹസ്യമാക്കണമെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു എന്നുള്ള മറുപടിയിൽ എല്ലാം ശരിയാകുമോ? അതാണ് സർക്കാരിനോട് കോടതി ചോദിക്കുന്നത്. ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ മാസം 19-ാം തീയതി പുറത്തു വന്നു. ഭാഗികമായാണ് പുറത്തു വന്നത്. അതിനുശേഷം അതിജീവിതർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ കേസുകൾ എടുത്തു. ഇതുവരെ 23 കേസെടുത്തു. ഈ വിശദീകരണം കൊണ്ട് കോടതിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പൂർണ്ണമായോ? ഈ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ കോടതി എന്താണ് തിരിച്ചു പറഞ്ഞത്? അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും ചോദ്യശരങ്ങളുമാണ് ഹൈക്കോടതി എല്ലാ നിമിഷവും സർക്കാരിന് മേൽ ഉന്നയിച്ചത്. ഇതിലേറ്റവും ഒടുവിൽ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഒക്ടോബർ 3-ന് ഇതിന്റെ സിറ്റിംഗ് നടത്താനാണ്. മാത്രവുമല്ല, ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായ വിഷയങ്ങളും കാണുന്നത് സ്ത്രീപക്ഷത്തു നിന്നാണ് എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് കക്ഷികളെല്ലാം ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ, അതായത് സ്ത്രീപക്ഷത്തു നിന്ന് തന്നെ നിലപാട് അറിയിക്കണം എന്ന കാര്യവും കൂടി ഏറ്റവും അവസാനം ഇടക്കാല ഉത്തരവിൻ്റെ ഏറ്റവും അവസാന വരിയായി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങുന്ന ജഡ്ജിമാരുടേതാണ് ഈ ഇടക്കാല ഉത്തരവ്. അതിനുള്ളിലാണ് അടുത്ത 20 ദിവസത്തിനുള്ളിലാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകേണ്ടത്. SIT പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ മറുപടി നൽകേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അസംഘടിത മേഖലയിലെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ സർക്കാർ നിയമനിർമ്മാണത്തിനുള്ള സാധ്യത പരിശോധിക്കണം എന്ന ഒരു കാര്യം ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ജസ്റ്റിസ് CS സുധ പറഞ്ഞത് 4 വർഷം മുമ്പത്തെ സാഹചര്യമല്ല ഇപ്പോൾ. കാരണം അന്ന് ആരും പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു എന്ന കാര്യമാണ് സർക്കാർ വിശദീകരിച്ചത്. പക്ഷേ ഇതിന് ഹൈക്കോടതി നൽകിയ മറുപടി കാലം മാറി, ആ കാലഘട്ടമല്ല ഇപ്പോഴത്തേത്. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തന്നെ നിരവധി പേർ പരാതിയുമായി മുന്നോട്ട് വന്നു. അതിൻ്റെ മെരിറ്റിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അത് നല്ലതോ ചീത്തയോ എന്ന് നല്ല പരാതികളോ അല്ലെങ്കിൽ ശരിയായ പരാതികളോ തെറ്റായ പരാതികളോ എന്ന് പരിശോധിക്കുന്നില്ല. പക്ഷേ നിരവധി പേർ മുന്നോട്ട് വന്നു എന്ന് തന്നെ വലിയ കാര്യമാണ്. അത് തന്നെ കാലം മാറി, ആ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾ മാറി, കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഹൈക്കോടതിയും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ SIT ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിക്കണം എന്നും അതിന്മേൽ നിങ്ങൾക്ക് എന്ത് നടപടിയെടുക്കാനാകും എന്ന കാര്യവും കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. ഇതിൽ SITയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുക എന്നതല്ല പ്രധാനം. ഇതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാകും, ക്രിമിനൽ നടപടികളുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പരിശോധിക്കൂ. അക്കാര്യം പരിശോധിച്ചതിന് ശേഷം ഇതിൽ കേസെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ കേസെടുക്കൂ. ഇല്ലാത്തത് നിങ്ങൾ പരാതിക്കാരുമായി അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കൂ. പക്ഷേ ആരെങ്കിലും പരാതിയുമായി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഭാവിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി 4.5 കൊല്ലം ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് ശേഷം ഒടുവിൽ അത് വിവരാവകാശ നിയമപ്രകാരം പുറത്തേക്ക് വരുമ്പോൾ അതിനുശേഷം വന്ന പരാതികളിന്മേൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തടി തപ്പാനുള്ള ശ്രമത്തിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. 4 വർഷക്കാലം എന്ത് ചെയ്തുവെന്നാണ് കോടതിയുടെ ചോദ്യം.